ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമവും LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയ്ക്ക് സ്വീകരണവും നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് കൂടിയായ VPP മുസ്തഫയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ തൊഴിലാളി സംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമവും LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയ്ക്ക് സ്വീകരണവും നൽകി. CITU ജില്ലാ പ്രസിഡന്റ് കൂടിയായ VPP മുസ്തഫയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ തൊഴിലാളി സംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിനെതിരായി എത്ര സമരം നമ്മൾ നടത്തി. ആ സമരങ്ങൾ നടത്തുമ്പോൾ പല ആളുകളും നമ്മളോട് നിങ്ങൾ ഇതിനെതിരായി സമരം നടത്തുന്നതല്ലാതെ നിങ്ങൾക്ക് ഇതിന് ബദലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിനെതിരായിട്ടുള്ള ബദലാണ് കേരളത്തിലെ ഗവൺമെന്റ്. എത്രയധികം സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിൽ നടപ്പിലാക്കിയാണ്. പറഞ്ഞു തന്നാൽ കേരളം ഈ 2031 ആകുമ്പോഴേക്കും കേരളം വലിയ സാമ്പത്തിക രാജ്യങ്ങളെ പോലെ ഉള്ള ഒരു പ്രദേശം സംസ്ഥാനമായി കേരളത്തെ മാറ്റും. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന തൊഴിലാളി സംഗമം ആഹ്വാനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് K ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ, ഏരിയ ട്രഷറർ KV ബാബു, പിലിക്കോട് പഞ്ചായത്ത് സെക്രട്ടറി VP രാജീവൻ, ഏരിയ സെക്രട്ടറി P സുഭാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.